ഹലോ ഗൈസ്, രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ചൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ യൂണിഫോം ഇട്ട് കോളേജിലോട്ട് പോവുകയാണേ. നമുക്ക് ഫസ്റ്റ് പീരീഡ് തന്നെ ജിസ്മോൻ സാറിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് ജിസ്മോൻ സാറിനെ കാണുമ്പോൾ മറ്റേ മോട്ടുക്ക പത്തിലൂനകത്ത് മോട്ടുവിനെ ഓർമ്മ വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എക്സിബിഷൻ്റെ, ആർട്സ് വർക്കിൻ്റെ, അതേപോലെ ഡെക്കറേഷൻ വർക്കിൻ്റെ ഒക്കെ പരിപാടിയായിട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ല് വരച്ചത് ഞാൻ ഉദ്ദേശിച്ചതൊരു മനുഷ്യൻ്റെ എല്ലായിട്ടാണ്, പക്ഷേ ഇത് മറ്റേ പട്ടിക്ക് കടിക്കാൻ കൊടുക്കുന്ന എല്ല് പോലെ ആയിപ്പോയല്ലേ. ജിസാപ്പിനെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയത്. അപ്പോൾ അവൾ എന്നെ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അവൾക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുറച്ച് നേരത്തേക്ക് നമ്മളെ വെട്ടലും ഒട്ടിക്കലും ഒക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് താരോട്ട് വന്നു കേട്ടോ. നമ്മുടെ കോളേജിലെ എക്സിബിഷൻ്റെ ഫ്ലാഷ് മോബ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നേ. എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ഇത്രയധികം കരിവുണ്ടോ? ഇവളുമാർ ഇത്ര കരിവേറുകളാണെന്ന് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പാർവതി ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കൊരു നിമിഷം എണ്ണിച്ച് നിൽക്കാൻ തോന്നുന്നു. കാരണം ഇവള് മേലാണെങ്കിൽ ഒരു പരിപാടി ചെയ്ത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ചെറുതായിട്ടൊരു കള്ളനോട്ടടി ഉണ്ടോ എന്നൊരു ഡൗട്ടല്ലേ. അതൊക്കെ പിന്നെ പോട്ടേന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തി വിളക്കിലെ തീയാണെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ നോക്കുന്നു. സത്യം പറഞ്ഞ ഈ ക്ലാസ്സിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കണ്ണുകൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരധ്വാനിക്കുന്ന ജനസമൂഹത്തെയല്ലേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇതൊന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എൻ്റെ പിള്ളേർ ഇങ്ങനൊന്നും അല്ലേടേ. ഇന്ന് പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഒന്ന് വീട്ടിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എക്സാമിൻ്റെ ടൈമിൽ പോയതാ. മാത്രമല്ല എനിക്ക് എക്സിബിഷന് വേണ്ടി ഒരു സാധനം എടുത്തിട്ട് വരാനും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ അനിയൻ കുറച്ച് നേരം എന്നെ പോസ്റ്റ് ആക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.